മലമ്പുഴ ഉദ്യാനത്തിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കാലം 2025 പുഷ്പമേളയുടെ രണ്ടാം പതിപ്പിന് തുടക്കമായി. പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജലസേചന വകുപ്പും സംയുക്തമായാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. പുഷ്പമേളയുടെ ഉദ്ഘാടനം എ. പ്രഭാകരൻ MLA നിർവഹിച്ചു. മലമ്പുഴ ഉദ്യാനത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന വർണ്ണവിസ്മയ കാഴ്ചകളൊരുക്കി മലമ്പുഴ ഉദ്യാനം. പല നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ വിസ്മയലോകം സഞ്ചാരികൾക്ക് മുൻപിൽ തീർത്തിരിക്കുകയാണ് മലമ്പുഴയിലെ പൂക്കാലം 2025. പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും മലമ്പുഴ ജലസേചന വകുപ്പും ചേർന്നൊരുക്കിയ പുഷ്പമേള എ. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായാണ് സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ശ്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. തീർച്ചയായും DTPCക്ക് കുറച്ച് വരുമാനം ഉണ്ടാകുന്നത് മാത്രമല്ല, ആൾക്കാർ വളരെ പ്രശംസിക്കത്തക്ക രീതിയിലാണ് കഴിഞ്ഞ കൊല്ലം സംഘടിപ്പിച്ചത്. അതിൽ സത്യത്തിൽ ഇതിൻ്റെ കാരണക്കാരി നമ്മുടെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഇക്കൊല്ലവും അത് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചു, ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മലമ്പുഴയെക്കുറിച്ചുള്ള പഴയകാലത്തിൻ്റെ ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി വയ്ക്കുമ്പോഴേക്കും ആൾക്കാർ കൂട്ടത്തോടെ ഇവിടെ വന്ന് തിരക്കുന്നത്. പുഷ്പമേളക്കൊപ്പം ഭക്ഷ്യമേള, സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. പുഷ്പമേള ജനുവരി 22 സമാപിക്കും. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. കൈരളി ന്യൂസ്, പാലക്കാട്.